സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന വേദി MT നിളയിൽ സി മലയാളം ന്യൂസിനൊപ്പം നടൻ അനീഷ് ചിറയൻകീഴാണ്. ചേട്ടാ നമസ്കാരം. നമസ്തേ. ഉണ്ടായിരുന്നു 2 ദിവസങ്ങളൊക്കെ? ഉണ്ടായിരുന്നു. ഇന്നലെ നാടകം കാണാനുണ്ടായിരുന്നു. ടാഗോറിലായിരുന്നു നാടകം. 10-18ഓളം നാടകങ്ങൾ. കുറച്ച് നാടകങ്ങളെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ എങ്കിലും തറയിലിരുന്നും പിന്നീട് സീറ്റ് കിട്ടിയൊക്കെയാണ് നാടകം കണ്ടത്. ഈ ടാഗോറിലെ കാണികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഇവിടെ പൊതുവേ അഭിപ്രായം കേട്ടത് പ്രാദേശികമായിട്ടുള്ള ആൾക്കാരല്ല, പലരും നാടകം കാണാൻ വേണ്ടി നാടക പ്രേമികളുണ്ടല്ലോ. അതായത് ഒരു നാടകം കഴിഞ്ഞിട്ട് ഇടവേളകളിൽ ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നാടൻ പാട്ട് പാടുകയും നാടകഗാനങ്ങൾ പാടുകയും തപ്പുകൊട്ടുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിന് വേണ്ടിയിട്ട് സജ്ജരായിരുന്നു ഒരുപാട് പേര്. അതായത് നിറഞ്ഞ സദസ്സായിരുന്നു. രാവിലെ മുതൽ രാത്രി 10:30 മണി വരെ നിറഞ്ഞ സദസ്സായിരുന്നു. നിൽക്കാനിടമില്ലാത്ത തരത്തിലായിരുന്നു. അത്രത്തോളം ജനപ്രിയ നാടകങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കേട്ടു. സൂപ്പർ നാടകം. അതായത് കുട്ടികളുടെ പെർഫോമൻസ് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. ഞാൻ ഒരു നാടകം കണ്ടിട്ട് ഞാൻ ഓടി സ്റ്റേജിലേക്ക് കയറിപ്പോയി. ഈ പേരാമ്പ്ര കോഴിക്കോടിൻ്റെ ഒരു നാടകമായിരുന്നു അത്. നേരെ സ്റ്റേജിലേക്ക് പോയി അവരെല്ലാവരും ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കൾ ചെയ്യുന്ന പെർഫോമൻസ് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. നമ്മൾ അവരെ കണ്ടാണ് പഠിക്കേണ്ടത് തോന്നിപ്പോകുന്ന തരത്തിലുള്ള പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. അസാധ്യ പെർഫോമൻസ് ആയിരുന്നു അവർ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ടാഗോറിൻ്റെ പരിസരത്ത് ഇങ്ങനെ കറങ്ങി നിൽക്കുകയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇടതടവില്ലാതെ എന്തും സഹിച്ച് ആക്ടേഴ്സ് പലരും, നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആക്ടേഴ്സ് പലരും തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ഉണ്ടായിരുന്നു. IFF ഞാനുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനവിടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ചില സിനിമകൾക്ക് മാത്രമാണ് ഇത്രയും തിരക്കുണ്ടാകും. പക്ഷേ ഇന്നലത്തെ നാടകത്തിന് അസാധ്യമായ തിരക്കായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ തിരുവനന്തപുരക്കാർ വളരെ ഭാഗ്യം ചെയ്തവരാണ്. ഓരോ ആഴ്ചകളിൽ ഇങ്ങനെ മാറി വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെ കലകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അതിനകത്തൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് ഈ നാടക കാണികളോട് സംസാരിച്ചപ്പോൾ, അതായത് മലപ്പുറത്തുനിന്ന് വന്ന ഒരാൾ, നാടകപ്രേമിയായ ഒരാൾ, അയാൾ ആസ്വാദകൻ മാത്രമാണ്, നാടക പ്രവർത്തകൻ പോലും. അദ്ദേഹം പറഞ്ഞത് പ്രാദേശികമായിട്ട് ആരും ഇവിടെ കാണുന്നില്ല, ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് എല്ലാ വർഷവും കണ്ടുമുട്ടുന്ന ആൾക്കാരാണ്. അല്ല, ഈ ഇപ്പോഴത്തെ ഈ കലാമകളുടെ എല്ലാ കലാമകളുടെയും പ്രത്യേകത ഇതാണ്. കാരണം ഇപ്പം ഞാൻ ഇവിടെ ചെല്ലുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് നാടകം കളിച്ച് ഒരുപാട് നാടക സുഹൃത്തുക്കളെ കാണാൻ പറ്റി. മനസ്സിലായി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പിന്നെ വിവിധ തരത്തിലുള്ള സംസ്കാരത്തിൽ നിന്ന് വരുന്നവരാണ്. വിവിധ കലകളാണ് ഇവിടെ കൂടിച്ചേരുന്നത് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പഴയ കൂട്ടുകാരെ കാണാൻ പറ്റുന്നു. ഈ അധ്യാപകർക്ക് അവരുടെ പഴയ സുഹൃത്തുക്കളെ കാണാൻ പറ്റുന്നുണ്ട്. കുട്ടികളുടെ മനോഹരമായ പെർഫോമൻസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞങ്ങൾ ഒരു ആഘോഷത്തിൻ്റെ ദിവസങ്ങൾ തന്നെയാണ്. ഇന്ന് സമാപ്തി കുറിക്കുമ്പോൾ ചെറിയ സങ്കടം നാളെയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ തോന്നിപ്പോകുന്ന തരത്തിലാണ് നമ്മളൊക്കെ. ഒരു കാര്യം കൂടെ, എൻ്റെ ഒരു അറിവുകാരും കൂടെ പറയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ നമ്മൾ സ്ക്രീനിൽ കണ്ട് പരിചയമുള്ള പലരും ടാഗോറിൻ്റെ പരിസരത്ത് കണ്ടപ്പോൾ പലരുടെയും ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയാം. ഞാനിപ്പോൾ അനീഷേട്ടനോട് ചോദിച്ചു, ചേട്ടന് നാടകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് അറിയില്ല എന്നാണ് ചോദ്യം. അതോടെ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ഞാൻ നാടകയോഗം രഘു സാർ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് ഇപ്പോൾ ഉള്ള നാടക പ്രവർത്തകർ എല്ലാവരും. അഭിനയ പോലും അജയൻ ചേട്ടനൊക്കെ അഭിനയം തുടങ്ങുന്ന അജയൻ ചേട്ടനും മഹേഷ് പഞ്ചു അദ്ദേഹമൊക്കെ ഉള്ള സമയത്ത് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നാടകയോഗത്തിൽ കയറുകയായിരുന്നു. അതിനുശേഷമാണ് ഞാൻ പ്രൊഫഷണൽ നാടകങ്ങളിൽ ഉണ്ടായിരുന്നു. മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് മേടിച്ച ആളാണ് നാടകത്തിൽ. അങ്ങനെ അത് കഴിഞ്ഞ് തിയേറ്റർ പ്ലേ, ഇപ്പോഴും ഞാനൊരു പ്ലേ ചെയ്യുന്നുണ്ട്. തസ്കര ശാസ്ത്രികൾ എന്നാണ് ആ പ്ലേയുടെ പേര്. അശോക് ശശിയുടെ രചനയും സംവിധാനത്തിൽ 1.5 മണിക്കൂറിൽ പ്ലേ, 5 പേരടങ്ങുന്ന ഒരു പ്ലേ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. ബേസിക്കലി ഞാനൊരു നാടക ആസ്വാദകനാണ്, നാടക പ്രവർത്തകനാണ്. അഭിമാനത്തോടെ സന്തോഷത്തോടെ ഉറക്കെ പറയുന്നു. എങ്കിലും മറ്റ് സ്റ്റേജുകളിലൊക്കെ പോയി എങ്കിലും എല്ലാ പിന്നെ തീർച്ചയായിട്ടും ഇത് അതല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പം എല്ലാ കലാരൂപങ്ങളും ഒത്തുചേരുന്നൊരിടമാണിത്. നമുക്ക് ഈ ഒരു എന്താ പറയുന്നത്, കലകളുടെ ഒരു മാർജിൻ ഫ്രീ ഷോപ്പാണിത് നമ്മുടെ കലോത്സവം എന്ന് പറയുന്നത്. ഇഷ്ടമുള്ള വിഭവങ്ങൾ തേടി നമുക്ക് പോകാം. ഇപ്പോൾ കൂടിയാട്ടം കാണാൻ അങ്ങോട്ട് പോകാം. ഇനി ഈ പറഞ്ഞ പോലെ ട്രൈബൽ സംസ്കാരത്തിൻ്റെ വൈവിധ്യമാർന്ന കലകൾ നമ്മൾ കാണാൻ പറ്റി. അതൊക്കെ നമ്മുടെ പുതിയ തലമുറയ്ക്കും അല്ലെങ്കിൽ നമുക്കുമൊക്കെ ഓർമ്മപ്പെടുത്താനും ചേർത്ത് പിടിക്കാനും പറ്റുന്ന അവസരം കൂടിയാണ് ഈ കലാമേള. നാടകത്തെ പ്രത്യേകം സ്നേഹിക്കുമ്പോഴും എല്ലാ കലകളെയും ഒരുമിച്ച് കാണാൻ പറ്റിയ ഒരു അവസരം തിരുവനന്തപുരത്ത് കിട്ടിയതിൻ്റെ സന്തോഷമാണ് നടൻ അനീഷ് ചിറയൻകീഴ് പങ്കുവയ്ക്കുന്നത്. വി പത്മകുമാറിനൊപ്പം ആർ ബിനോയ് കൃഷ്ണൻ, സി മലയാളം ന്യൂസ്. താങ്ക് യു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.